നമ്മുടെ ഈ പാവലിലൊക്കെ വരുന്ന പുഴുശല്യത്തിന് എതിരെയായിട്ടുള്ള ഒരു മരുന്നാണ് നിങ്ങളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് കണ്ടോ. അപ്പോൾ എന്തായാലും ഈ ശല്യത്തിനുള്ള മരുന്ന് നമ്മളെന്തായാലും കണ്ടുപിടിക്കുന്നുണ്ട്. കണ്ടോ, ഇത് കണ്ടോ, മുളകിൽ വരെ അതാ തുളയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. വരൂ ഗൈസ്. അതിനായി വേണ്ടത് ആര്യവേപ്പിലയുടെ ഇല ഇറുത്ത് നമ്മൾ കുറച്ച് എടുത്ത് വയ്ക്കേണ്ടതാണ്. പിന്നെ ഇറുത്തതിന് ശേഷം കാണാം. അപ്പോൾ നമ്മളെല്ലാം ഇറുത്തെടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് കറുമുറാന്ന് പൊടിക്കാൻ പറ്റുമേ, അതിനെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി കുറച്ച് വെള്ളം വേണ്ടി വരും. അതിന് വേണ്ടി കുറച്ച് വെള്ളം നമുക്കെടുക്കാം. കുറച്ച് മതിയല്ല, അങ്ങനെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ചതയ്ക്കണം. അപ്പോൾ ചതയ്ക്കാൻ വേണ്ടിയുള്ള സാധനം എടുക്കാൻ പേടിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ചതയ്ക്കാം. അപ്പോൾ എന്തായാലും ചതച്ചെടുക്കാമേ. അപ്പോൾ നമുക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ആദ്യമേ തന്നെ വെള്ളം വേണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം എടുത്തൊന്ന് മാറ്റാണ്. അതാണ് ഇതാ തെറിച്ച് കിടക്കുന്നത്. എന്നാലും കുറച്ച് വെള്ളം എടുത്ത് മാറ്റിയ ശേഷം കപ്പിയിൽ ഇടിച്ച് ചതയ്ക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ചതച്ചതിന് ശേഷം കാണാം. ഇത് കണ്ടോ, ഇതിൻ്റെ ഇലയൊക്കെ ആകെ മൊത്തം മുരടിച്ച് നിൽക്കുന്നത്. പൂവിടുന്നുണ്ടെങ്കിലും ഇലകളെല്ലാം മുരടിച്ച് പോകുന്നതിനുള്ള ഒരു പരിഹാരം കൂടിയാണിത്. അപ്പോൾ എന്തായാലും അത് ചതച്ച് തീരുന്നുണ്ട്. കരിവേപ്പിലയിൽ നമുക്ക് യൂസ് ചെയ്യാം, മുളയിൽ യൂസ് ചെയ്യാം, ചെമ്പരത്തിയിൽ യൂസ് ചെയ്യാം. കണ്ടോ, ചെമ്പരത്തിയിൽ യൂസ് ചെയ്യാം, പാവലിൽ യൂസ് ചെയ്യാം, പടവലത്തിൽ യൂസ് ചെയ്യാം. ഏത് ചെടിയിലാണ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എന്തായാലും ചതച്ചിട്ട് നമുക്ക് കാണാമേ. ബൈ. അങ്ങനെ ഏകദേശം ഒന്ന് അരച്ച് പരിവായി കിട്ടിയിട്ട് ഇനി ഇതിനെ ഒന്ന് എടുത്തിട്ട് നിങ്ങൾക്കൊന്ന് കാണാമേ. കൈ കൊണ്ട് അരയ്ക്കുന്നതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും സപ്പോർട്ട്, ലൈക്ക്, ഷെയറും വേണ്ടി വരും. അപ്പോൾ എന്തായാലും നമുക്ക് അരച്ച് കഴിഞ്ഞ ശേഷം കാണാം. ഇതൊരു ലോങ് വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണേ.